ചിത്രം കണ്ടപ്പം എനിക്ക് ബേസിക്കലി നല്ലോണം വർക്കായ സംഗതിയാണ്. രണ്ടാമത് ഇതെന്ന് പറയുന്നത് റിപ്പീറ്റ് വാച്ചില് ചിത്രം ഇച്ചിരിയും കൂടെ ആസ്വാദനം നൽകുമെന്നും എനിക്ക് കണ്ടപ്പം പിന്നെയും കാണുമ്പോൾ പിന്നെ ഒരു അർത്ഥം കൂടെ കിട്ടുന്ന തരത്തില് തോന്നിയിരുന്നു. ഇപ്പോഴും ലിജിച്ചേട്ടന്റെ മനസ്സിൽ നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് തന്നെയാണോ? ചെറിയ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ളത്. അതായത് ഈ സിനിമ ഇറക്കിയതിനു ശേഷം വലിയ തരത്തിലുള്ള റിവ്യൂകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള റിവ്യൂ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആസൂത്രിതമാണെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് എന്നുകൊണ്ട് ആ സ്റ്റാർസ് ഷർട്ടി തുന്നി നടക്കുകയോ ഓരോ സ്റ്റാർസ് എന്നുകൊണ്ട് അതൊക്കെ കൂട്ടി വെച്ച് എണ്ണെടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓരോരുത്തരും അവരവര് നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാൽ മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നത് ആണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർ ഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത്, എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഡിപ്പെൻഡന്റ് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചു പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മൂവി എന്ന് തന്നെയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്, അതിനൊരു മാറ്റമില്ല. മാസ് മൂവി ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ നമുക്ക് ഫാമിലി അങ്ങ് ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പൊതുവെ എനിക്ക് തോന്നി. ഞാൻ 2-3 കേട്ടു, അത് കഴിഞ്ഞും പോയി. അപ്പൊ അതെങ്ങനെയാണ് ലോചേട്ടൻ കാണുന്നത്? ഞാൻ പറഞ്ഞത്, അതായത് ഈ എന്റെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ വീട്ടില് ഒരു നമ്മുടെ അമ്മൂമ്മമാര് ഇരുന്നിട്ട് ഞങ്ങൾ ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ട്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.